ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വേൾഡ് ക്യാമ്പസ് കണക്ട് എന്ന സ്റ്റഡി അബ്രോഡ് എക്സ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. വിദേശ പഠനത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നൽകാൻ സഹായിക്കുന്ന എക്സ്പോ മെയ് 10 തിരുവനന്തപുരം, മെയ് 16 കോട്ടയം, മെയ് 17 കട്ടപ്പന, മെയ് 24 കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. വിദേശത്ത് പോയി ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിവ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? വിദേശ പഠനം നടത്താനുള്ള വഴികൾ ആലോചിക്കുകയാണോ? എങ്കിൽ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ ഒരു സുവർണ അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വേൾഡ് ക്യാമ്പസ് കണക്ട് എന്ന സ്റ്റഡി അബ്രോഡ് എക്സ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരികയാണ്. മെയ് 10 തിരുവനന്തപുരത്ത് ഹോട്ടൽ ഡിമോറയിലും, മെയ് 16 കോട്ടയത്ത് ഹോട്ടൽ കോട്ടയം ഗ്രാൻഡിലും, മെയ് 17 കട്ടപ്പന ഹൈ റേഞ്ച് കൺവെൻഷൻ സെന്ററിലും, മെയ് 24 കൊല്ലത്ത് ഹോട്ടൽ സി പാലസ് എന്നിവിടങ്ങളിലുമാണ് അടുത്ത എക്സ്പോകൾ നടക്കുക. വേൾഡ് ക്യാമ്പസ് കണക്ട് എന്ന പേരിൽ നടക്കുന്ന ഈ എക്സ്പോയിൽ +2, ഡിഗ്രി എന്നിവ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. വിദേശ യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധി സാന്നിധ്യവും വിദഗ്ധരുമായി സംസാരിച്ച് സംശയങ്ങൾ തീർക്കാവുന്ന അവസരവും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികൾ നിരവധി ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത. ഈ പരിമിതിയാണ് വേൾഡ് ക്യാമ്പസ് കണക്ട് എന്ന ഈ എക്സ്പോയിലൂടെ നികത്തപ്പെടുന്നത്. സൗജന്യ പഠനം സാധ്യമാകുന്ന വിദേശ യൂണിവേഴ്സിറ്റികൾ, IELTS നിർബന്ധമല്ലാത്ത വിദേശ രാജ്യങ്ങൾ, ട്യൂഷൻ ഫീ ഇല്ലാത്ത രാജ്യങ്ങൾ തുടങ്ങി അധികം ആർക്കും അറിയാത്ത ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള സുവർണ അവസരമാണ് ഈ എക്സ്പോ. ഇതുവരെ 25,000-ൽ പരം കുട്ടികളെ വിജയകരമായി ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പല വിദേശ രാജ്യങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. എക്സ്പോയിൽ പങ്കെടുക്കാൻ ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ്, റിപ്പോർട്ടർ ടിവി എന്നിവയുടെ വെബ്സൈറ്റിൽ നിന്നും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547792120 അല്ലെങ്കിൽ 949653250507 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.